അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ചോദ്യം എന്നോട് ചോദിക്കാം, ഇത്രയധികം ഗുണം ചെയ്തിട്ട് നിങ്ങളെന്താ തോറ്റത്? എനിക്കറിയാം ഇതൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അതിന് കാരണമുണ്ട്. എന്താ അറിയാം, മാർക്സിസം പറയുന്നത് പോളിറ്റിക്സിൽ 3 മുന്നണിയാണ്. ഒന്ന് എക്കണോമി, ദെൻ പോളിറ്റിക്സ്, ദെൻ ഫിലോസഫി. ഈ 3 മുന്നണിയിലും ജനങ്ങളെ മൊബിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ യു വിൽ നോട്ട് ബി ദർ. അതാണ് ഒന്ന്. നമ്മൾ എക്കോണമി മാത്രമേ ചെയ്തിട്ടുള്ളൂ. യു ഡിൻ കോൺസെൻട്രേറ്റ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഫിലോസഫി. പൊളിറ്റിക്സ് ആൻഡ് ഫിലോസഫി ബിക്കാൻ. അതാണ് 35 ലക്ഷം കൃഷിക്കാരന് ഭൂമി കൊടുത്തിട്ടോ ഞമക്കെതിരായിട്ട് വോട്ട് ചെയ്തത്. മനസ്സിലായോ? എത്ര ചെയ്തിട്ട്? ഞാൻ 3 ലക്ഷം കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തിട്ട് എനിക്കെതിരായിട്ട് വോട്ട് ചെയ്തു. മനസ്സിലായി? അല്ല, എനിക്കതിൽ ദുഃഖം വേണ്ട. എന്തുകൊണ്ട് വന്നു? യു റീസണബിൾ, യു ഡിസ്കസ് ഇറ്റ് ആൻഡ് അനലൈസ് ഇറ്റ് ആൻഡ് വേ ഔട്ട്. കറക്റ്റ്. അതാണ് ദാറ്റ് ഈസ് എ പ്രോസസ്. അതാണ് ഞാൻ പറയുന്നത്. മാർക്സിസം അതിന് പറഞ്ഞിട്ടുണ്ട്. കാറൽ മാർക്സ് പാരീസ് കമ്മ്യൂണിൽ ഫ്രാൻസിലുണ്ടായിരുന്നു. കാറൽ മാർക്സ് ഫ്രാൻസിലെ സമരത്തെ 3 മാസം പഠിച്ചപ്പുറത്ത് അയാളാടുന്ന് ഓടി രക്ഷപ്പെട്ട് ലണ്ടൻ. അത് എക്കണോമിക്കല്ല, പൊളിറ്റിക്സ് അല്ല. പോളിറ്റിക്സ് വന്നത് നവംബർ 7 റഷ്യ. ഫെബ്രുവരിയിൽ റഷ്യൻ വിപ്ലവം എക്കണോമിക്കലാണ്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ സ്റ്റോറി അല്ല, സയൻസ്. ഇപ്പോൾ മാർക്സിസം എന്താണ് ഈ സൊസൈറ്റിയെ പറ്റി പറഞ്ഞത്, അത് നീ പഠിക്കാൻ എനിക്ക് കുഴപ്പമില്ല.